ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പം എന്തുണ്ട് വിശേഷം? സോ നമുക്ക് ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് പോകാം. US ഇറാൻ കോൺഫ്ലിക്റ്റ് വീണ്ടും തുടങ്ങിയതായിട്ടുള്ള ന്യൂസാണ് മോർണിംഗ് തന്നെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും കെയർഫുൾ ആയിട്ടിരിക്കേണ്ട ടൈമായി. കാര്യം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ്സ് ടോട്ടലി ഓവർ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ലോകത്ത് എവിടെ പ്രശ്നം നടന്നാലും ആദ്യം റിയാക്ട് ചെയ്യുന്ന മാർക്കറ്റുകളിലൊന്നും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റാണ്. സോ ഒരേ ന്യൂസിൽ എത്ര തവണ മാർക്കറ്റ് ബെയറിഷ് ആവുമെന്ന് നമുക്കറിയില്ല. പലതവണയായിട്ട് ഇന്ത്യൻ മാർക്കറ്റ്സ് ഇങ്ങനത്തെ ന്യൂസുകളോട് വളരെ നെഗറ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത്. എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് വരുമ്പോൾ തന്നെ നമ്മുടെ മാർക്കറ്റ് ഇടിയുന്ന ഒരു അവസ്ഥയിലായിട്ടാണ് എത്തുന്നത്. സോ നമുക്ക് എന്തായാലും ഡോ ജോൺസിന്റെ ഫ്യൂച്ചർ നിലവിൽ നെഗറ്റീവ്ലി ട്രേഡ് ചെയ്യുകയാണ്. ഒരു ഫ്ലാറ്റ് രീതിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് യൂറോപ്യൻ മാർക്കറ്റ്സ് പൊതുവെ ട്രേഡ് ചെയ്യുന്ന രീതി നോക്കുകയാണെങ്കിൽ ക്ലോസിംഗ് എല്ലാം അത്യാവശ്യം മികച്ചതായിരുന്നു. ആൻഡ് ഇന്ത്യൻ മാർക്കറ്റ്സും സാമാന്യം നല്ല രീതിയിൽ ക്ലോസ് ചെയ്തു. ബട്ട് ഏഷ്യൻ മാർക്കറ്റ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ നിക്കി 1454 പോയിന്റ് സബ്സൈഡ് ആണ്. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 24 പോയിന്റ് ഡൗൺ സൈഡ് ആണ്. സോ മേ ബി ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ഓപ്പണിംഗിലേക്കായിരിക്കാം മാർക്കറ്റ് സൂചിപ്പിക്കുന്നതെന്നാണ് തോന്നുന്നത്. തായ്വാൻ വെയിറ്റിൽ പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യുന്നു, സ്ട്രേറ്റ് ടൈംസ് പോസിറ്റീവ് ട്രേഡ് ചെയ്യുന്നു, ഹാങ്സും നെഗറ്റീവ്ലി ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് നമ്മുടെ ലെവൽസിനും അബോവ് മോസ്റ്റ്ലി ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഗ്യാപ്പ് ഫില്ല് ചെയ്ത ശേഷം മാർക്കറ്റ് ഒരു പോസിറ്റീവ്ലി ട്രേഡ് ചെയ്തു എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഈ ലെവൽസ് എല്ലാം അതേപോലെ കീപ്പ് ചെയ്യാം. എന്തായാലും ഇന്നലത്തെ ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നലെ ബേസ് ഏരിയ ഉണ്ടാക്കിയ സോണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. 23,290 എന്ന് പറയുന്ന സോണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാം. അതിനുശേഷം മാർക്കറ്റ് എന്താ പറയുക, ഫസ്റ്റ് സപ്ലൈ റേഞ്ച് ആയിട്ട് നിൽക്കുന്നത് 23,580 റേഞ്ചാണ്. ഇപ്പോൾ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി നമുക്കൊരു മൊമെൻറ്റം പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ മൊമെൻറ്റം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലൊക്കെയാണ്. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഒരു നെഗറ്റീവ്ലി ട്രേഡ് ചെയ്തിരുന്ന ക്യാൻഡിൽസ് ഉണ്ട്. കുറച്ച് വലിയ രീതിയിൽ സപ്ലൈ ഉണ്ടായിരുന്ന ക്യാൻഡിൽസ് ആണ് ഈ ഒരു സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വലിയ സപ്ലൈ ഉണ്ടായിരുന്നു. സോ മാർക്കറ്റ് ഈ ഒരു സപ്ലൈ ടെസ്റ്റ് ചെയ്യാനായിട്ട് കയറി തിരിച്ചു വരുമോ എന്നുള്ള ഒരു ഡൗട്ട് എനിക്കുണ്ട്. സോ ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പാണ് മാർക്കറ്റ് ചെയ്തേക്കുന്നത്. ഈ ഒരു ഏരിയയിലേക്ക് വന്ന് മാർക്കറ്റ് ഈ ഭാഗത്തെ ലിക്വിഡിറ്റി ഏരിയയിലേക്ക് വന്ന് നിൽക്കുകയായിരുന്നു. സോ ഇപ്പോൾ ഇനി നമുക്ക് മൈനർലി മാർക്കറ്റ് റിയാക്ട് ചെയ്യാൻ പോകുന്ന സോൺസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ആൻഡ് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഈ ഒരു സപ്ലൈയിലേക്കാണ് മാർക്കറ്റ് കയറാൻ പോകുന്നത്. 23,725 എന്ന് പറയുന്ന സോണിലേക്ക് കയറുകയാണെങ്കിൽ ഇവിടെ നിന്നുള്ള റിയാക്ഷനാണ് ഞാനൊന്ന് വെയിറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ സപ്ലൈയിലേക്ക് മാർക്കറ്റ് കയറിയ ശേഷം ഈ സപ്ലൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ മേ ബി നമുക്ക് അടുത്ത സോൺ 24,000 എന്നുള്ള ഏരിയയിലേക്ക് മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് മാർക്കറ്റ് ഡൗൺ സൈഡ് ആണ് വരികയാണെങ്കിൽ നമ്മുടെ താഴത്തെ ലെവൽസ് ഇന്നലെ വരച്ച അതേ ലെവൽസ് ഞാൻ കീപ്പ് ചെയ്യും. 22,890, 22,790. അപ്പോൾ ഈ ഏരിയാസിൽ മാർക്കറ്റിനെ ഡിമാൻഡ് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ന്യൂസസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ന്യൂസസ് പരിശോധിക്കുമ്പോൾ ഒരു എക്സ്പാൻഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. DNB ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് നോർവേയിലെ ലാർജസ്റ്റ് ബാങ്കാണ്. അപ്പോൾ മോഡേണൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ ക്രൈം ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫിയാണ് അതിൻ്റെ ഒരു കൊളാബറേഷൻ നടത്തി ചെയ്യുന്നതെന്ന് ന്യൂസുണ്ട്. പിന്നെ വേദാന്തയിൽ നടന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ എന്താ പറയുക പരിശോധന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ ബ്ലിസ് TVS ഫാർമയുടെ പൽഗാറിലുള്ള മഹാരാഷ്ട്രയിലുള്ള ഒരു പ്ലാന്റിൽ ഇൻസ്പെക്ഷൻ ക്ലോഷർ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, WHO ഭാഗമായിട്ടുള്ളത്. ആ ഫെസിലിറ്റി ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസസ് സ്റ്റാൻഡേർഡ്സിന്റെ പ്രകാരം തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ന്യൂസും ഉണ്ട്. ഓക്കെ, ധനുക്ക് അഗ്രിടെക് ആണെങ്കിൽ ബൈബാക്ക് ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഷെയർസിന്റെ. ആ ഒരു ന്യൂസ് ഇങ്ങനെ കിടപ്പുണ്ട്. പിന്നെ ജോൺ കോക്കറിലിന് പുതിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. 1250 മുതൽ 1300 കോക്കറിൻ്റെയാണ് 1300 ക്രോർ വരുന്ന ഒരു ഓർഡറാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ന്യൂസുകളൊക്കെ നിലവിലുണ്ട്. പിന്നെ കോൺകോർഡ് ബയോടെക്കിന് പുതിയ ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനാണ് നടത്തിയിരിക്കുന്ന ഒരു ഓറൽ സസ്പെൻഷനാണ്. ഓക്കെ, പിന്നെ അദാനി പോർട്ടിന്റെ കാർഗോ വോളിയം 48.3 MMT ആണ് മെയ് 2026. അപ്പം കണക്കാക്കുമ്പോഴത്തേക്കും ഒരു 16% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ന്യൂസുകളാണ് മാർക്കറ്റിൽ നിലവിൽ ഫ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പം ഇന്നലത്തെ ഒരു പോസിറ്റീവ് ന്യൂസിന് ശേഷം മാർക്കറ്റ് എങ്ങനെ ട്രേഡ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാ സ്റ്റോക്സും നല്ല രീതിയിൽ പോകുന്നുണ്ട്. ആൻഡ് ജമുന ഓട്ടോ അടക്കമുള്ള സ്റ്റോക്കുകളാണ് എൻ്റെ ഫോക്കസിലുള്ളത്. സ്റ്റിൽ അത്യാവശ്യം പുൾ ബാക്സ്, അതായത് ഒരു സ്റ്റോക്ക് പുൾ ബാക്ക് തരുന്നത് മോശമല്ല, അതൊരു വീക്ക്നെസ് അല്ല എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതുപോലത്തെ സ്റ്റോക്കുകളെല്ലാം വാച്ച് ലിസ്റ്റിലിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. മാർക്കറ്റിൻ്റെ
എന്താ പറയുക മാക്സിമം ഓർഡർ കളക്ഷനൊക്കെ ജെമിനി ഓട്ടോ പോലുള്ള സ്റ്റോക്കുകളിൽ നടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോകുമോ ഇല്ലേ എന്ന്. അപ്പോൾ ഒരുപാട് സ്റ്റോക്സ് ഞാൻ വാച്ച് ലിസ്റ്റിൽ ഞാൻ ഇട്ട് വെച്ചേക്കാണ്. ഇന്നലെ കുറച്ച് സ്റ്റോക്സ് എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഇൻഡോകൗണ്ട് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. നല്ലൊരു മൂവ്മെൻറ്റ് തന്ന സ്റ്റോക്കാണ്. അപ്പോൾ ഞാൻ ഫ്യൂച്ചർ മൂവ്മെൻറ്റ്സ് നോക്കുകയാണ്. അപ്പം അടുത്ത ഇനി ഒരു സപ്ലൈ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. 350 റേഞ്ച് ഒരു സപ്ലൈ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ 350 ബ്രേക്ക് ചെയ്യും ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം. പുൾ ബാക്ക് വരുവാണെങ്കിൽ 300 റേഞ്ച് ആയിരിക്കും ഡിമാൻഡ് സോൺ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് സ്റ്റോക്സ് ഇങ്ങനെ വാച്ച് ലിസ്റ്റിലിട്ട് ഞാൻ അതിൻ്റെ മൂവ്മെൻറ്റ്സ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം KP Tech കണ്ടിന്യൂഷൻ മൂവ്മെൻറ്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ 800 അബൌട്ട് ട്രേഡ് ചെയ്യുന്നു. അപ്പം എന്തായാലും നല്ലൊരു മൂവ്മെൻറ്റ് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്റ്റിൽ നല്ലൊരു സെറ്റപ്പായിട്ട് ബിൽഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് KP ടെക്നോളജീസ് എന്ന് പറയുന്നത്. അപ്പം വാച്ച് ചെയ്യുക. പിന്നെ എനിക്ക് നല്ലൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് സ്റ്റിൽ ഒരു സപ്ലൈ ഒരു മേജർ ബ്രേക്ക് തന്നിട്ട് നിൽക്കുകയാണ്. സോ ഇന്നത്തെ മൂവ്മെൻറ്റ് വാച്ച് ചെയ്ത ശേഷം ഇതിൻ്റെ ഫ്യൂച്ചർ ട്രേഡ്സ് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ മെസ്സേജ് ചെയ്യാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ചാനലിൽ ലിങ്ക് കമൻറ്റ് ബോക്സും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഡൗട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജും ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.